ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 159 എപ്പിസോഡ്. എലിസബത്ത് മറിയത്തെക്കുറിച്ച് പറഞ്ഞ ആ അഭിനന്ദനത്തില് ഞെട്ടിപ്പിക്കുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മെ അല്പം അന്ധാളിപ്പിക്കുന്ന ഒരു വാക്ക്. നീ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. മറിയത്തിനും മറിയത്തിന്റെ ഗർഭത്തിലുള്ള ഈശോയ്ക്കും ഒരേ വാക്കാണ് എലിസബത്ത് ഉപയോഗിക്കുന്നത്. അതാണ് നമ്മൾ ഞെട്ടിക്കുന്നത്. മറിയത്തിന്റെ ഗർഭത്തിലുള്ള ഈശോ ദൈവം തന്നെയായ പുത്രനാണ്. അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവൻ, മറിയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവള്. ഗ്രീക്കില് ഒരേ വാക്കിന്റെ സ്ത്രീലിംഗവും പുല്ലിംഗവും ഉപയോഗിച്ചിരിക്കുന്നു. ലൂക്കാസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 42-ാം വാക്യമാണ്. അപ്പൊ നമ്മൾ മരിയ സ്തുതിയിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നീ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് മറിയത്തെ വിശേഷിപ്പിക്കുമ്പോൾ, എലിസബത്ത് വിശേഷിപ്പിക്കുമ്പോൾ, ഗ്രീക്കില് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എബുലോഗമേനെ എന്നാണ്. എബുലോഗമേനെ. എബുലഗയോ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപമാണിത്. എബുലഗയോ എന്ന വാക്ക് ഞാൻ മുമ്പ് കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത്ര പ്രയാസമുള്ളതല്ല. ലോഗോസ് എന്ന വാക്ക് നമുക്കറിയാം. ലോഗോസ് വചനം. എവു എന്ന് വെച്ചാൽ എവുത്തനാസിയ, എവാങ്കേലിയോൺ, എവുക്കരിസ്തിയ, യൂക്കറിസ്റ്റ്. എവു എന്നുള്ളതിന് ഗ്രീക്കിൽ നല്ലതെന്നർത്ഥം. ലോഗോസ് എന്ന് പറഞ്ഞാൽ ഭാഷണം, വചനം, സംഗതി എന്നൊക്കെ അർത്ഥമുണ്ട്. ഒരുപാട് അർത്ഥമുണ്ട് ലോഗോസിന്. അപ്പോൾ നല്ല സംഗതി, നല്ല വാക്ക്, നല്ല ഭാഷണം എന്നൊക്കെയാണ് ആക്ഷരികമെങ്കിലും അത് ഉപയോഗിക്കുന്നത് പ്രാർത്ഥനയിലാണ്. അപ്പോൾ വാഴ്ത്തി എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ അനുഗ്രഹിക്കുക, അനുഗ്രഹം ചൊരിയുക, നല്ല വാക്ക് പറഞ്ഞ് അനുഗ്രഹം ചൊരിയുക, വാഴ്ത്തുക എന്നൊക്കെയാണ്. അപ്പോൾ നീ സ്ത്രീകളെ ഏറ്റവും വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഗർഭഫലം വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇതാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു എന്നൊക്കെ നമ്മൾ തർജ്ജമ ചെയ്യുന്നത്. ഇതേ വാക്കാണ് കർത്താവ് വാഴ്ത്തി, അവൻ ഇല്ലേ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി, എവുലഗയോ എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല അനുഗ്രഹം ചൊരിഞ്ഞ് വാഴ്ത്തുക, വാഴ്വ് എന്ന് പറയില്ലേ, വാഴ്വ് നല്ല വാക്കുകൊണ്ട് അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ അനുഗ്രഹിക്കുക, വാഴ്ത്തുക എന്നൊക്കെയാണ് ഈ എവുലഗയോ എന്ന വാക്കിനർത്ഥം. അതിന്റെ സ്ത്രീലിംഗ രൂപം പാസീവ്, കർമ്മണി പ്രയോഗമാണ്. വേറെ ആരും അനുഗ്രഹിക്കുകയാണ്. നീ സ്ത്രീകളെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, ലോകത്തുള്ള സകല സ്ത്രീകളിലും വെച്ച് ഏറ്റവും വാഴ്ത്തപ്പെട്ടവളായി ദൈവം തന്നെ കണ്ടിരിക്കുന്നതാണ് എൻ്റെ അർത്ഥം. എന്നിട്ട് പറയാണ്, നിന്റെ ഗർഭത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ. എവുലഗയോ എന്ന വാക്കിന്റെ പുല്ലിംഗ രൂപം പാസീവ്, കർമ്മണി പ്രയോഗം. അതായത് എവുലഗയോ, എവുലോഗമേനെ എന്ന് മറിയത്തെയും എവുലോഗമേനോസ് എന്ന് ഈശോയും പറഞ്ഞിരിക്കുന്നു. ഒരേ വാക്ക് പറഞ്ഞിരിക്കുന്നു. മറിയം മാനുഷിക സ്ത്രീയാണ്, ഈശോ ദൈവവും മനുഷ്യനുമാണ്. അപ്പോൾ ഒരേ വാക്ക് മറിയത്തിനും ഈശോയ്ക്കും ഉപയോഗിക്കുമ്പോൾ, മറിയത്തിന്റെ ഗർഭഫലം ഈശോയ്ക്കും ഉപയോഗിക്കുമ്പോൾ അത് നമ്മളൊരു ഞെട്ടൽ ഉളവാക്കുന്നു. എന്താണ് ഞെട്ടല്? പല കാര്യങ്ങൾ കൊണ്ടുള്ള ഞെട്ടലുണ്ട്. ആദ്യത്തെ ഞെട്ടൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറിയം ഒരു മനുഷ്യ സ്ത്രീയാണ്. ഈ മറിയത്തിന് ഗർഭത്തിലുള്ളത് വെറും മനുഷ്യനല്ല, പൂർണ്ണമായും മനുഷ്യനാണെങ്കിലും പൂർണ്ണമായും ദൈവമാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഞെട്ടലുണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള രണ്ടു പേർക്കും ഈ എലിസബത്ത് ഉപയോഗിക്കുന്ന വാക്ക് ഒന്നാണ്, എവുലോഗമേനോസ്. രണ്ടിന്റെയും റൂട്ട് എവു പ്ലസ് ലോഗോസ്. എവു നല്ലത്, ലോഗോസ് വാക്ക്. നല്ല വാക്ക് പറയുക, ആക്ഷരികം, നല്ല സംഗതികൾ ചൊരിയുക, നല്ല അനുഗ്രഹം ചൊരിയുക, നല്ല വാഴ്വ് ചൊരിയുക എന്നൊക്കെ അർത്ഥം. ദൈവം തന്നെയായ ഈശോയെയും മനുഷ്യ സ്ത്രീയായ മറിയത്തെയും ഒരേ വാക്ക് ഉപയോഗിച്ച് എലിസബത്ത് വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു. എന്തുകൊണ്ട്? അതായത് മറിയത്തിനും ഈശോയ്ക്കും ചില സാമ്യങ്ങളുണ്ട്, ചില സമാന്തരങ്ങളുണ്ട്, ചില അന്തരങ്ങളുണ്ട്. ഇതുകൊണ്ടാണ് എലിസബത്ത് ഒരേ വാക്ക് മറിയത്തിനും ഈശോയ്ക്കും ഉപയോഗിച്ചിരിക്കുന്നത്.
രക്ഷകന്റെ അമ്മയാകാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് മറിയം. ആ നിലയിൽ മറിയം ദൈവത്തിന്റെ വിശേഷപ്പെട്ട വാഴ്വിന് പാത്രമാണ്. ഞാൻ ഒന്നുകൂടി പറയാം, രക്ഷകന്റെ അമ്മയാകാൻ ദൈവം തിരഞ്ഞെടുത്തവളാണ് മറിയം. ആ നിലയിൽ മറിയം ദൈവത്തിന്റെ വിശേഷപ്പെട്ട വാഴ്വിന് പാത്രമാണ്. പുത്രൻ എന്ന നിലയിൽ ഈശോ ദൈവപിതാവിന്റെ വാഴ്വിന് യോഗ്യനാണ്. ഈ പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥത്തെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോയിൽ അടുത്ത ദിവസങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കേൾക്കുക. പുത്രൻ എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വശം മാത്രം അടുത്തൊരു ക്ലാസ്സിൽ പറയാം. പുത്രൻ എന്ന നിലയിൽ ഈശോ ദൈവപിതാവിന്റെ വാഴ്വിന് യോഗ്യനാണ്. പക്ഷേ ആ വാഴ്വിന്റെ പ്രഥമ ഉറവിടം പിതാവാണെങ്കിലും ദൈവപിതാവാണെങ്കിലും പിതാവും പുത്രനും ഒന്നാണ് എന്ന കാരണത്താൽ യോഹന്നാൻ 10:30 പുത്രനും ആ വാഴ്വിന്റെ ഉറവിടമാണ്, സ്രോതസ്സാണ്. മറിയം വാഴ്വിന്റെ പാത്രമാണെങ്കിൽ, ദൈവത്തിന്റെ വാഴ്വിന്റെ പാത്രമാണെങ്കിൽ, പുത്രൻ ദൈവപിതാവിന്റെ വാഴ്വിന് പാത്രവും ഉറവിടവുമാണ്. ഇത് ഈശോയെക്കുറിച്ച് ഏത് കാര്യം പറയുമ്പോഴും ഈ ഇരട്ട യാഥാർത്ഥ്യം ഉണ്ടാകും. ബലി അർപ്പിക്കുന്നവനും ബലിവസ്തുവും ഈശോയാണ്, ബലി സ്വീകരിക്കുന്നവനും ഈശോയാണ്. അങ്ങനെയാണ് കുർബാനയിൽ. ബലി അർപ്പിക്കുന്നവനും ബലിവസ്തുവും ബലി സ്വീകരിക്കുന്നതും ദൈവപിതാവനാണെങ്കിൽ പോലും ആ സ്വീകരിക്കുന്നതിൽ ദൈവപിതാവിനോടൊപ്പം പുത്രൻ തമ്പുരാനുമുണ്ട്. കാരണം അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്, മഹാപുരോഹിതനാണ്. എന്നാൽ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന പുത്രൻ തമ്പുരാനുമാണ്. അപ്പൊ ഈ ഈശോയെക്കുറിച്ച് ഈ ഇരട്ട യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു സംഗതിയാണ്. ചുരുക്കത്തില് മറിയം പാത്രമാണ്, മറിയത്തിന്റെ പുത്രൻ ഗർഭഫലം ഉറവിടമാണ്. മറിയം വാഴ്വിന്റെ പാത്രമാണ്, അനുഗ്രഹത്തിന്റെ പാത്രമാണ്. മറിയത്തിന്റെ ഗർഭഫലമായ ഈശോ ഈ വാഴ്വിന്റെ ഉറവിടമാണ്. അത് തൊട്ടടുത്ത വാക്യത്തിൽ എലിസബത്ത് പറയുന്നുണ്ട്, എൻ്റെ കർത്താവിന്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ എനിക്ക് എന്ത് യോഗ്യതയുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചു? ലൂക്കാസ് 1:43. അപ്പോൾ മറിയത്തിന്റെ ഗർഭഫലം അതായ ഈശോയാണ് കർത്താവ്, എൻ്റെ കർത്താവ്. അതേക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. എന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ എപ്പിസോഡിന്റെ ഭാഗമായിട്ട് നമുക്ക് അടുത്ത് പറയാം അല്ലേ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, അത് വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ഈ മറിയത്തെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. 1:45 തന്നെ കർത്താവ് അരുളി ചെയ്ത വചനം നിറവേറുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതിയാണ് മറിയം. ഭാഗ്യവതി, കർത്താവിന്റെ വചനം അത് നിറവേറുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതി. അപ്പൊ വാഴ്വിന്റെ പാത്രമാണ് മറിയം, വാഴ്വിന്റെ ഉറവിടമാണ് ഈശോ. മറിയം സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാണ്. മനുഷ്യ സ്ത്രീകളിൽ ഏറ്റവും വാഴ്ത്തപ്പെട്ടവളാണ് മറിയം. മറിയത്തിന്റെ ഗർഭഫലമോ സ്ത്രീകളിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ആള് മാത്രമല്ല, മനുഷ്യരിൽ തന്നെ ഏറ്റവും ഭാഗ്യം ചെയ്തവനാണ്, അനുഗ്രഹിക്കപ്പെട്ടവനാണ്. തീർന്നില്ല, എല്ലാ മനുഷ്യർക്കും വാഴ്വ് കൊടുക്കുന്നവനുമാണ്. അവൻ വാഴ്ത്തപ്പെട്ടവനാണ്, അനുഗ്രഹിക്കപ്പെട്ടവനാണ് ദൈവപിതാവിനാൽ. അവൻ അനുഗ്രഹം ചൊരിയുന്നവനുമാണ്. മറിയം ഈ കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതി ആയതുകൊണ്ട് എല്ലാ സ്ത്രീകളിലും വെച്ച് അനുഗ്രഹിക്കപ്പെട്ടവളാണ്, വാഴ്ത്തപ്പെട്ടവളാണ്. മറിയത്തിന്റെ ഗർഭഫലം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ആ വാഴ്വ് കൊടുക്കുന്നവനുമാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെയെല്ലാം ഒരു ബന്ധമുണ്ട്, ഒരു വ്യത്യാസമുണ്ട്. രക്ഷകനെ, കർത്താവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നവളാണ് മറിയം. അതുകൊണ്ടാണ് അവൾ വാഴ്ത്തപ്പെട്ടവളായിരിക്കുന്നത്, അനുഗ്രഹിക്കപ്പെട്ടവളായിരിക്കുന്നത്. പക്ഷെ അവളുടെ ഗർഭഫലമായ ഈശോയാണ് രക്ഷ നിവൃത്തിയാക്കിയത്. രക്ഷനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് മറിയമാണ്. പക്ഷെ രക്ഷ പൂർത്തിയാക്കിയത് മറിയമല്ല, മറിയത്തിന്റെ ഗർഭഫലമായ ഈശോയാണ്. ഇങ്ങനെ മറിയവും മറിയത്തിന്റെ ഗർഭഫലവും ഈശോയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധവും അനിവാര്യമായ അന്തരവും പ്രകാശിപ്പിക്കുകയാണ് ഒരേ വാക്ക് ഉപയോഗിക്കുന്നതിലൂടെ എലിസബത്ത് ചെയ്യുന്നത്. പുതിയ ഉടമ്പടിയുടെ സാരസത്താണ് എലിസബത്ത് ഈ വാക്കുകളിൽ പ്രഖ്യാപിക്കുന്നത്. അത് നാം മരിയ സ്തുതിയിലൂടെ ഏറ്റുപറയുകയാണ്. എലിസബത്തിനോട് ചേർന്ന്, ഗബ്രിയേൽ മാലാഖയോട് ചേർന്ന്, ഭൂമിയിലെ പ്രവാചകിയോട് ചേർന്ന്, സ്വർഗത്തിലെ മാലാഖയോട് ചേർന്ന്, സ്വർഗവും ഭൂമിയും ചേർന്ന് സകല തലമുറകൾ തന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് മറിയം പറഞ്ഞ കാര്യം നമ്മൾ ഓരോരുത്തരും അനുദിവസം ചെയ്യുന്ന സംഗതിയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നത്.
സകല തലമുറകളും, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല തലമുറകളും, മാലാഖമാരും മനുഷ്യരും എന്നെ ഭാഗ്യവതിന്ന് പ്രകീർത്തിക്കുമെന്ന് തിരുവചനത്തിലൂടെ മറിയം തന്നെ വെളിപ്പെടുത്തിയത് നമ്മൾ പ്രാർത്ഥനയിലൂടെയും ഈ സ്തുതിപ്പിലൂടെയും ചെയ്യുകയാണ്. ഇത്രമാത്രം തിരുവചനത്തിൽ ആറാടി നിൽക്കുന്ന ഒരു പ്രാർത്ഥനയെയാണ് ഈ പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും പ്രൊട്ടക്ഷനുകാരും ഒക്കെ വെറുക്കുന്നത്. എനിക്കറിഞ്ഞുകൂടാ അവരെ എന്താണ് ഇങ്ങനെ ഈ മറിയത്തിന്റെ ഇത്രമാത്രം മറിയത്തോട് അവർക്ക് ഇങ്ങനെ കലിപ്പ്. തിരുവചനങ്ങൾ ഇത്ര ആഴത്തിൽ വെളിപ്പെടുത്തിയ ഈ സ്ത്രീയെ ഇത്രമാത്രം അവർ വെറുക്കുന്നത് എന്തുകൊണ്ട്? എൻ്റെ പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ മറ്റാർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റില്ല എന്ന് ഈശോ മിശിഹ പറഞ്ഞത് ഇവരെക്കുറിച്ചായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവപിതാവിൻ്റെ ആകർഷണം അവർക്കില്ല. അവർ സ്നാപയോഹന്നാൻ്റെ മാമോദീസയുമായി നടക്കുക. അത് നല്ല കാര്യമാണ്, അത് നല്ല കാര്യമാണ്. കർത്താവിന് ഒരു ജനത്തെ ഒരുക്കാൻ നല്ലതാണ്. പക്ഷെ കർത്താവിനെ സ്വീകരിക്കാൻ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരണം. അവരങ്ങനെ വരണം, മറിയത്തെ അംഗീകരിക്കും വേണം. എലിസബത്ത് പറഞ്ഞ ഈ വാക്കുകളുടെ ആഴം അവർ തിരിച്ചറിയുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.